ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി വേൾഡ് ടീച്ചേഴ്സ് ഡേ. അപ്പോൾ ഇച്ചിരി ലേറ്റായി, പക്ഷേ എന്നാലും ഞാൻ വീഡിയോ ആയിട്ട് ഇന്ന് വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് അധികം വർക്കായിരുന്നു സ്കൂളിൽ, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇച്ചിരി ലേറ്റായി പോയത്. അപ്പോൾ ഞാൻ ഇന്ന് മെയിനായിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ടീച്ചേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ഹിസ് ഹൈനസ് ഹംദാൻ UAE ഒരു ഗോൾഡൻ വിസയുടെ ഒരു ഓപ്പർച്യൂണിറ്റി എഡ്യൂക്കേഷൻ സെക്ടറിലേക്കും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഗോൾഡൻ വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 to 10 years ഇവിടെ സ്പോൺസർ ഇല്ലാതെ ജീവിക്കാനും ലിവ് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ നമുക്ക് ഇൻവോൾവ് ആവാം, ബിസിനസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UAE കൊണ്ടുവന്ന ഒരു വിസയാണ് ഗോൾഡൻ വിസ. അപ്പോൾ അത് എക്സെപ്ഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്, എൻജിനീയേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിന്, ബിസിനസ് അതുപോലെ ആക്ടേഴ്സിന്, നമ്മൾ കണ്ടിട്ടില്ലേ നാട്ടിൽ നിന്നൊക്കെ കുറേ പേര് ആക്ടേഴ്സിനൊക്കെ ഗോൾഡൻ വിസ കിട്ടിയെന്ന്. അപ്പോൾ അതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ലാസ്റ്റ് ഇയറൊക്കെ ആയപ്പോഴേക്കും ഈ ഒരു സ്റ്റുഡൻസിന്, എക്സെപ്ഷണൽ ലേണേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും നല്ല മാർക്ക്, ഹൈ മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾക്കും ഗോൾഡൻ വിസ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ ഇതാ ടീച്ചേഴ്സിനും ഗോൾഡൻ വിസ കൊടുക്കുന്നുണ്ട്. ദുബായിലാണ് അത് മെയിനായിട്ടും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഫ്യൂച്ചറിൽ എല്ലായിടത്തും കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എങ്ങനെയുള്ള ടീച്ചേഴ്സിനൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഡോക്യുമെന്റ് അവോയ്ഡിങ് ഗോൾഡൻ വിസാസ് ടു എക്സെപ്ഷണൽ എഡ്യൂക്കേറ്റേഴ്സ് പോളിസി. ഇതിൽ ഗവൺമെൻറ് ഓഫ് ദുബായ് ആണ് പറഞ്ഞേക്കുന്നത്, ഗവൺമെൻറ് ഓഫ് UAE എന്നല്ല, ഗവൺമെൻറ് ഓഫ് ദുബായ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഗോൾഡൻ വിസ പോളിസി ഫോർ എക്സെപ്ഷണൽ എഡ്യൂക്കേറ്റേഴ്സ് ഇൻ പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദുബായ്. ഓക്കെ, സോ ഹു ക്യാൻ അപ്ലൈ എന്നുള്ളത് ഫസ്റ്റ് നോക്കാം. അതായത് സ്കൂൾ പ്രിൻസിപ്പൽസ്, leaders, early childhood center managers, academic head of higher education institutions, പിന്നെ teachers from schools and ECCs. Okay, educational institutions ആണത്. full time faculty and senior administrative leaders and higher educational institutions. So പിന്നെ eligibility criteria നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻസ് പറയുന്നത്, ഇത് പറഞ്ഞേക്കുന്ന ECC മാനേജേഴ്സ്, പ്രിൻസിപ്പൽസ്, അക്കാഡമിക് ഹെഡ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയുള്ള ഹെഡുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹെഡൊക്കെ ആണെങ്കിൽ മസ്റ്റ് ഹാവ് ആൻ അഡ്വാൻസ്ഡ് ഡിഗ്രി വേണം. അതായത് PhDയോ പ്രൊഫഷണൽ ഡോക്ടറേറ്റോ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ, ഡോക്ടറേറ്റും PhDയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓർ റിലവൻറ്റ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ്, എക്സാമ്പിൾ ആയിട്ട് CPA, പ്രൊഫഷണൽ ഫെലോഷിപ്പ്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ആയാലും മതി കേട്ടോ. പിന്നെ DSIB റേറ്റിംഗ് ഫോർ പ്രിൻസിപ്പൽ ആണെങ്കിൽ അവർ എങ്ങനെ അറ്റൈൻ ചെയ്തു, അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളതൊക്കെ അവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. റിസർച്ച് കോൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ, അവർ റിസർച്ച് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ജേർണൽസിൽ, അല്ലെങ്കിൽ അങ്ങനെ ഗ്രാൻഡ് കൊളാബറേഷൻസ് ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ സക്സസ് ആക്കിയിട്ടുണ്ടോ, ക്രിയേറ്റീവ് വർക്ക്സ്, എക്സിബിഷൻ നടത്തിയത്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു റെക്കോർഡ് വേണം. സ്റ്റുഡൻറ്റ് സക്സസ്സും കാണിക്കാവുന്നതാണ്. മസ്റ്റ് പ്രൊവൈഡ് ക്ലിയർ എവിഡൻസ് ഓഫ് ഇംപ്രൂവ്ഡ് സ്റ്റുഡൻസ് ഔട്ട്കം. അതായത് ലോ ആയിട്ടുള്ള ഒരു സ്കൂളിനെ ഹയർ ഉള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. പിന്നെ ലീഡർഷിപ്പ് ഇമ്പാക്റ്റ് ആൻഡ് ഫീഡ്ബാക്ക് എങ്ങനെയാണെന്നും, റെക്കഗ്നൈസേഷൻ ആൻഡ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, സപ്പോർട്ട് ഫോർ കീ സ്റ്റുഡൻസ് ഗ്രൂപ്പ്സ്, നോമിനേഷൻ ഫ്രം ദ ബോർഡ് ഓഫ് ഗവർണേഴ്സ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വർക്ക് എന്നുള്ളതൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ കൊടുക്കില്ല, എന്തെങ്കിലും ഇതേപോലെ കോൺട്രിബ്യൂഷൻസ് ചെയ്യണം. ഇനി നമ്മൾ വരുമ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ടീച്ചേഴ്സ് ആൻഡ് ഫാക്കൽറ്റി, നമ്മളിപ്പോൾ മെയിനായിട്ട് നോക്കുന്നത് ഇത് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ മസ്റ്റ് ഹാവ് ആൻ അഡ്വാൻസ്ഡ് ഡിഗ്രി വേണം. ഇതുപോലെ തന്നെ PhDയോ ഡോക്ടറേറ്റോ അല്ലെങ്കിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സ് മാത്രമായാലും മതി. ടീച്ചേഴ്സ് ആകുമ്പോഴേക്കും നോമിനേഷൻ ബൈ പ്രിൻസിപ്പൽ വിത്ത് ബോർഡ് ഓഫ് ഗവേൺസ് അപ്രൂവൽ ആൻഡ് എൻഡോഴ്സ്മെൻറ്റ് വേണം. പിന്നെ അതായത് പ്രിൻസിപ്പലും അതുപോലെ ഹയർ അതോറിറ്റിയും നമുക്ക് അതിനുള്ള നോമിനേഷൻ അപ്രൂവ് ചെയ്ത് തന്നെ. എവിഡൻസ് ഓഫ് സ്റ്റുഡൻറ്റ് സക്സസ് വേണം, ഇൻറ്റേർണലും എക്സ്റ്റേണലും എക്സാമിനേഷൻസിനും അസസ്മെൻറ്റിനുമായിട്ട്. പിന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഫ്രം സ്റ്റുഡൻസ്, പേരൻസ് ആൻഡ് സ്കൂൾ ലീഡർഷിപ്പ് ഇൻഡിക്കേറ്റിംഗ് സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദർ ടീച്ചിങ് പെർഫോമൻസ് എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചേഴ്സിന്, സ്റ്റുഡൻസിന്, അതുപോലെ തന്നെ പേരൻസിനും നമ്മുടെ ടീച്ചിങ്ങിൽ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു റെക്കോർഡ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എവിഡൻസ് ഓഫ് കോൺട്രിബ്യൂഷൻസ് ടു റിസർച്ച് ഇൻക്ലൂഡിംഗ് പബ്ലിഷ്ഡ് റിസർച്ച് ഇൻ റെപ്യൂട്ടബിൾ ജേർണൽസ്,
റിസർച്ച് ഗ്രാൻസ് ആൻഡ് കൊളാബറേഷൻസ്, കൺസൾട്ടീവ് റിപ്പോർട്ട്സ് ഓർ ക്രിയേറ്റീവ് വർക്ക് ഓർ എക്സിബിഷൻസ്, ഇങ്ങനെ എന്തെങ്കിലും വേണം. പിന്നെ സപ്പോർട്ട് ഫോർ കീ സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ്സ്, ഇതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റഡ് സക്സസ് ഇൻ സപ്പോർട്ടിംഗ് ദ അക്കാഡമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് ഡിറ്റർമിനേഷൻ, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റഡ് സക്സസ് ഇൻ ഇംപ്രൂവിംഗ് ദ അക്കാഡമിക് പെർഫോമൻസ് ഓഫ് എമിറാത്തി സ്റ്റുഡൻസ്, അതായത് ഇവിടെയുള്ള UAE സ്റ്റുഡൻസിന്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ടീച്ചർ ആവാൻ പോകുന്നവർക്കും ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാവുന്ന കാര്യമാണ്, ഫ്യൂച്ചറിൽ ഉപകാരപ്രദം ആകും. സോ ഇതൊക്കെയാണ് റെക്കഗ്നൈസേഷൻ ആൻഡ് അവാർഡ്സ് എന്ന് പറയുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ അവാർഡ്, പിന്നെ international education award, recognition through grants, competitions or fellowship, ഇങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവണം. കമ്മ്യൂണിറ്റി വർക്ക്, അതായത് must have contributed to school community or the wider community through educational and social initiatives, അതായത് ഫണ്ട് റൈസിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്കൂൾ ബേസ്ഡ് ആയിട്ട് ഫണ്ട് റൈസിങ് ഒക്കെ ചെയ്യാം. കുട്ടികളുടെ ആർട്ട് വർക്ക്, ഞാനത് റീസെൻ്റായിട്ട് ഒരു നമ്മുടെ കേംബ്രിഡ്ജ് ടീച്ചേഴ്സ് അവാർഡിൽ വായിച്ചപ്പോൾ കണ്ടതാണ്. കുറച്ച് ടീച്ചേഴ്സിൻ്റെ സ്റ്റോറീസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. മോട്ടിവേഷണൽ സ്റ്റോറീസ് തന്നെയായിരുന്നു അവരുടെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അവിടെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഫണ്ട് റൈസ് ചെയ്യാൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് വേണ്ടിയിട്ടും വേൾഡ് വെൽഫെയർ ഓർഗനൈസേഷനൊക്കെ വേണ്ടിയിട്ട് അവർ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്ത് ആർട്ട് വർക്ക്, അതായത് കുട്ടികളുടെ പെയിൻറ്റിങ്സ് വരപ്പിച്ചതിന് ശേഷം അവർ അത് എക്സിബിഷൻ നടത്തി സെല്ല് ചെയ്ത് ഫണ്ട് റൈസ് ചെയ്തു. അങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. KHDS സ്കൂൾ റേറ്റിംഗ് റിപ്പോർട്ട്സ്, അത് പ്രിൻസിപ്പലിന് വേണ്ടിയിട്ടാണ്. അവാർഡിൻ്റെ സർട്ടിഫിക്കറ്റ്, സർവേ റിസൾട്ട് ആൻഡ് ടെസ്റ്റിമോണിയൽസ് ഫ്രം സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്. ഓക്കെ, അപ്പോൾ ഇത് സർവേ റിസൾട്ട് മതി സ്റ്റുഡൻസിൻ്റെയും പേരൻസിൻ്റെയും സൈഡിൽ നിന്ന്. സ്റ്റാഫ് ടെസ്റ്റിമോണിയൽസ് ഫോർ പ്രിൻസിപ്പൽസ്, ECC മാനേജേഴ്സ് ആൻഡ് അക്കാഡമിക് ഹെഡ്, അവർക്കാണ് സ്റ്റാഫ് ടെസ്റ്റിമോണിയൽസ് വേണ്ടത്. പിന്നെ എവിഡൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ്, ദെൻ ഡോക്യുമെൻറ്റേഷൻ ഷോയിങ് ഇംപ്രൂവ്ഡ് സ്റ്റുഡൻസ് ഔട്ട്കംസ്, then recommendation and nomination letters from board of governors. അപ്പോൾ ഇതാണ് വേണ്ടത്. അപ്പോൾ റിവ്യൂ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഡോക്യുമെൻ്റ് വായിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വായിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇതുവരെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇൻസൈറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് ടീച്ചിങ് ജോബിൽ മോട്ടിവേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലേ. ടീച്ചിങ് ജോബ് കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കുറച്ച് പേർക്കെങ്കിലും കുറച്ച് അടിപൊളി ഇൻസൈറ്റ്സ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ. അടുത്തുള്ള ഫ്രണ്ട്സിന് ഒക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. ടീച്ചേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് മാത്രം അയച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അവർക്ക് മാത്രമേ ഉപകാരപ്രദമാവുള്ളൂ. അപ്പോൾ ഇവിടെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിന് എല്ലാവർക്കും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ബൈ.